അസ്സലാം. നാളത്തെ ഭക്ഷണം ഇടിയാന്ന് പറയണേ, ഞാനോട് പറഞ്ഞു കേട്ടാ. The next day. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. തുറക്കോനെ ക്ലാസ്. ഓക്കെ ഉണ്ട്. ഭക്ഷണം കഴിച്ചാ എന്തെല്ലാം തോന്നണല്ലേ? ഞാൻ ആപ്പായി പോയി ഭക്ഷണം റെഡിയാക്കുന്ന തിരക്കായിരുന്നു. എന്നാ ഭക്ഷണം കഴിച്ചൂടെ? എത്ര കഴിയും? ബാ ചെപ്പുക. ആ കഴിയാം. ചെപ്പുകളും വെച്ചാ അൽഹംദുലില്ലാഹ്. നല്ല ഫുഡ്. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ മുഗാഫിൻ മദീദ അദിയദിയദൻ വാസില റഹ്മത്തുൻ നാദില ബർക്കത്തുൻ ഷാമില മിന്നാ ഇലാ ഹദ്റത്തിൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മ ഇലാ അർവാഹി അബായിന ഉമ്മത്തിന ഫിൽ മദാഫ. എന്നാ പിന്നെ ഞാൻ പോവാം. ദുആ ചെയ്യണേ. ഇൻഷാ അല്ലാഹ്. ഇൻഷാല്ലാ അള്ളാഹ് ബർക്കത്ത് തരട്ടെ, എല്ലാം ഹൈറിലാക്കട്ടെ. അസ്സലാമു അലൈക്കും. A few moments later. കളക്ഷൻ ഉണ്ടാ? എടാ പിന്നെ ബാങ്കിൽ ഇവർ വന്നിട്ടാ കളക്ഷന് പൈസക്ക് വരുന്നേ. ഞാൻ പറയാം. പിന്നെ ഒരു 500 രൂപ വെച്ചിട്ട് എടുത്തോട്ടെ. ഇവിടെ ജനൽമ 500 രൂപ കാണുന്നില്ലാലോ. ഇടയാൻ വെച്ചിനി പൈസ അതെവിടെ പോയേ? താല ഉണ്ണ നോക്കിയാ ഇവിടെ ഒന്നും വീണിട്ടില്ല, കാണുന്നില്ല. ഇന്നില്ല പൈസ. അതെവിടെ പോയേ? അമ്മോ, ഞാൻ ആടെയും ശരിക്കും ഒന്ന് പറ്റി വെക്കട്ടെ. ഞാൻ ജനൽ വെച്ചത് ഇന്ന് താഴായിട്ട് മൂന്നിട്ടുണ്ടാവും. അങ്ങോട്ടെല്ലാം വെച്ച് നോക്കി. ഇവിടെ ഒന്നില്ല. ഇതാ ഇത് നീക്കിയിട്ടല്ല നോക്കിയേ. എന്നാ പിന്നെ ഓരോട് പറയട്ടെ പൈസ ഇല്ല. ഓരോ പൈസ ഇല്ല കേട്ടാ. ഇന്ന് പൈസ ഏതോ കാണാണ്ടാക്കിയിട്ട് ഞാൻ ആടെ ജനൽ വെച്ചാന്ന് നോക്കിയാ. നിങ്ങളിനി അടുത്ത ആഴ്ച വന്നു കേട്ടാ. ഇത് മര്യാദക്ക് ബുക്കും ചെയ്യില്ല, നോക്കുകയും ചെയ്യില്ല. ഇതെല്ലാം അങ്ങനത്തെയാണ് എല്ലാം. എന്നാലും ആൾറെഡി പോയ പൈസ പോയെന്ന് ഇവർ പിടുത്തം കിട്ടുന്നില്ല. ഞാൻ ഇതുവരെ അങ്ങനെ പോയിട്ടില്ല.
ഇവിടെ ലാസ്റ്റ് വന്നത് ഉസ്താദാണ്, വേറെ ആരും വന്നിട്ടില്ലല്ലോ. ഉസ്താദ് അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാനൊന്നും പറ്റുന്നില്ല. വേറെ കുട്ടികളാരും കുട്ടികളൊന്നും തൊട്ടിട്ടില്ല. ഇപ്പൊ ഉസ്താദിനോട് ഇപ്പൊ ചോദിച്ചാൽ അഥവാ ഉസ്താദ് എടുത്തിട്ടില്ലെങ്കിൽ നമ്മള് അല്ല, കാര്യം പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി. എന്നാലും നമ്മള് സംശയിക്കുന്ന പോലെ ആയിപ്പോലെ. ഉസ്താദ് 5 നേരം നിസ്കരിക്കുന്നു, നോമ്പ് നോക്കുന്നു, അങ്ങനത്തെ ആളൊന്നും ഒരു റുപ്യ എടുക്കൂല. അത് വേറെ. പിന്നെ ഒരിപ്പോ പുതിയ വന്ന ഉസ്താദായോണ്ട് ഇപ്പൊ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റൂല, എന്നാലും അത് ചോദിക്കാൻ പറ്റൂല നമുക്ക്. ആദ്യമായിട്ടല്ലേ നമ്മളെ പള്ളിയിൽ ഇപ്പൊ വന്നേ. ഇതിപ്പോ ഒന്നും ഉണ്ടാരാ പറഞ്ഞാലെ കഴിച്ചിട്ട് പിന്നെ പറക്കാനും പറ്റൂല, മതിച്ചിട്ട് തുപ്പാൻ പറ്റൂല എന്നൊക്കെ അവസ്ഥയാണ്. ഇത് ചോദിക്കാനും പറ്റൂല. ഒരു കാര്യം പറയുന്ന പോലെ ചോദിച്ചാ മതി. മറ്റൊരു കാര്യം ചെയ്യാൻ നമുക്ക്. ഇനിയിപ്പോ അടുത്ത മാസം ആദ്യം തരൂലേ ചിലപ്പോ, അന്നേരം ചോദിക്കാൻ നമുക്ക്. അതുവരെ നീ അതിലെടുക്കുന്ന കിട്ടുമെന്നുള്ളത് നോക്ക്. ഞാൻ എല്ലായിടത്തും നോക്കി, ആ മേശ ഇങ്ങോട്ട് നീക്കിയിട്ട് അങ്ങനെ എല്ലാത്തിനും നോക്കി, കാണുന്നില്ല. പിന്നെ അങ്ങനെ ചെയ്യാം നമുക്ക്. അടുത്ത മാസം ഇനി വന്നാലേ അതിലിടക്ക് ചോദിക്കൊന്നും വേണ്ട, മനസ്സിൽ വെക്കാം. ഇങ്ങനെ 2 weeks later. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. എന്താ മഴ? ഭയങ്കര മഴ. അങ്ങനെ ഉപ്പില്ലേ? ഉണ്ടല്ലോ. കണ്ടു പറയും ഉസ്താദ് വന്നിട്ടുണ്ട്. ഉസ്താദ് വന്നിട്ടുണ്ട്. ഉസ്താദ് വന്നിട്ടുണ്ടാ? ഞാൻ വരുന്നെന്ന് പറയാം. ഉസ്താദ് എന്തെല്ലാന്ന്? എന്നാ പിന്നെ ഭക്ഷണം കഴിച്ചൂടെ? എന്നാ പിന്നെ ഭക്ഷണം കഴിക്കാല്ലേ? കൈയ്യട്ടെ. എടുത്താ നല്ല ഭക്ഷണം അകത്ത് കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. هدية واصلة ورحمة نازلة بركة شاملة من أهل وضرة نبيهم المصطفى صلى الله عليه وسلم ثم إلى أرواح آبائنا وأمهاتنا وقربائنا فوضى خاصة. آمين. اللهم ربي ربط وانذر وضع نفسي كربة ومالة مرفض درجة كلنا ولبنا بهم عافية. آمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين. يا أرحم പിന്നെ ഞാനങ്ങോട്ട് പോട്ടെ. അല്ല ഉസ്താദേ പോവല്ല, ഒരു കാര്യം ചോദിക്കാണ്ട്. ഇങ്ങ് വാ. ഇവിടെ അന്ന് ഒരു 500 റുപ്യ ബാങ്കിൽ കൊടുക്കാൻ പറ്റില്ല. നിങ്ങളന്ന് വന്നതിന് ശേഷം 500 റുപ്യ കാണുന്നില്ല. നമ്മളെല്ലായിടത്തും വരും, ഇവിടെ ആരും എടുത്തിട്ടില്ല. പിന്നെ എവിടെ പോയി ആ പൈസ? നമ്മൾ എന്നിട്ട് ഈ ഭാര്യയും കുട്ടികളും എല്ലാം നിങ്ങളെ ഞാൻ സംശയിച്ചിട്ടില്ല. നിങ്ങളെ ഇവിടെ വന്നിട്ടില്ല. ഈ പൈസയാണെന്നും ഇവിടെ ഇല്ല. അത് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളാരോടും പറയില്ല, മഹലിലും പള്ളിയിലൊന്നും പറയില്ല. ആ പൈസ നിങ്ങളിവിടെ തന്നേ നമ്മൾക്ക്. ഓ അതാണ് ഇപ്രാവശ്യം ഞാൻ വന്നേരം നിങ്ങൾക്കൊന്നും ഒരു തെളിമാനൊന്നുമില്ല അതല്ലേ? മനസ്സിലായി എനിക്ക്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലത്തെ ഒന്നുമില്ല ഇപ്രാവശ്യം. വേണ്ടില്ല, ഞാൻ നിങ്ങളെ പൈസ ഒന്നും എടുത്തിട്ടില്ല. നമ്മളങ്ങനെ വേറെ ആളെ ഒരു ഹക്ക് നമുക്ക് വേണ്ട. നിങ്ങളെ എടുക്കുന്ന ആളുമല്ല. ഞാൻ പുതിയ ആളായിട്ട് ഇവിടെ വന്നോണ്ട് നിങ്ങളെ മഹലിൽ ആദ്യമായിട്ട് ഇപ്പം വന്ന് ഫസ്റ്റ് നിങ്ങളടുത്ത് ഭക്ഷണം കഴിക്കാൻ പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ സംശയം ഉണ്ടാവുമല്ലേ ഞാൻ ആ കട്ടുകൊണ്ട് പോയി? അത് നിങ്ങളെ മനസ്സിലുണ്ട്. ആന്ന് എനിക്ക് തോന്നീന് വന്നപാടും. മൈൻഡാക്കുന്നില്ല. അല്ല എത്തിച്ചിട്ട് ഇന്ന് നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളങ്ങനത്തെ പണിയൊന്നും എടുക്കൂല. നിങ്ങളെ പൈസ അടുത്തിടെ പാറിപ്പോണ്ട വീണം കൊണ്ടാന്നുള്ളതിൽ ഞാൻ ഈ ഖുർആനിലാന്ന് വെച്ചിന്. ഖുർആനിൽ വെക്കാൻ കാരണമുണ്ട്. എന്ന് പറഞ്ഞാൽ ഖുർആൻ നിങ്ങളൊന്നുമില്ലെങ്കിൽ
2 ദിവസം കൂടുമ്പോൾ ആഴ്ചക്ക നിങ്ങൾ എന്തായാലും വെള്ളിയാഴ്ച രാവെങ്കിലും എടുക്കും എന്നുള്ള ഇതിലാണ് ഞാൻ ഖുർആനിൽ വെക്കുന്നു. പൈസ ഇതേടിയും പോയിട്ടില്ല. ഈ ഖുർആനിൽ ഇവിടെ തന്നെ ഉണ്ട് പൈസ. ഇതാണ് നിങ്ങൾ 500 റുപ്യ. ഞാൻ ഈടെയാന്ന് വെച്ചിട്ട് പോയി പൈസ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ ഖുർആനൊന്നും തൊട്ട് നോക്കി. ഞാൻ 1 മാസമായില്ലേ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വന്നിട്ട്. ഈ 1 മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഖുർആൻ തൊട്ട് നോക്കിയിട്ടാന്നുള്ള ഇതല്ല മനസ്സിലായത്. നിങ്ങൾ മുസ്ലിമല്ലേ? ഖുർആൻ ഒരാഴ്ചക്കെങ്കിലും മരിച്ചുപോയ ആളുണ്ടാവും. ഒരു ഫാത്തിഹയെല്ലാം ഓതുക, ഖുർആൻ യാസീൻ ഓതുക. നിങ്ങൾ ദീനില്ല എന്നുള്ള ഇതല്ലേ എനിക്ക് മനസ്സിലായി. ഇപ്പം നിങ്ങളെ സംശയം തീർന്നില്ലേ? ഇപ്പം നിങ്ങളെ പറ്റിയിട്ടുള്ള ഇത് എനിക്കിപ്പം മനസ്സിലായി. എന്തെല്ലാം കാണുന്നില്ല ഉസ്താദെ, തെറ്റ് പറ്റിപ്പോയി ഉസ്താദ്. നമ്മൾ വിചാരിച്ച് നിങ്ങൾ ഫസ്റ്റ് ആദ്യമായിട്ട് ഇവിടെ വന്നതല്ലേ, നിങ്ങൾ അഥവാ എടുത്തു പോയിട്ടുണ്ടെങ്കിലോ പൈസ കേടി കാണുന്നില്ല. അങ്ങനെ നമ്മൾ വിചാരിച്ചത്. എന്താ ചെയ്യുക ഉസ്താദെ? മാപ്പാക്കണം ഉസ്താദെ. പറഞ്ഞു പോയതെല്ലാം മാപ്പ്. ഇത് വെറുതെ തെറ്റിദ്ധരിച്ച് എന്താ പറയുന്നത്, കാണാണ്ടൊന്നും പറയാൻ പാടില്ല ഉസ്താദ്. ഖുർആനും നമ്മൾ നോക്കാതെ ഒന്നും പള്ളിയിലും മാലിലും പോയിട്ട് പറയാറ്. ഉസ്താദ് പുറത്തായിരുന്നു. നമുക്ക് മാപ്പാക്കണം. ഇതിനെ മുതൽ നമ്മൾ നല്ല മനുഷ്യനായി നല്ല ദീനീബോധത്തോടെ കൂടി നമ്മൾ ജീവിക്കും. കുടുംബം ആഴ്ചക്ക് മുസാഫെല്ലാം ഓതും. ഉസ്താദ് മാപ്പാക്കണം. നമുക്കും ഭാര്യക്കും മക്കൾക്കും എല്ലാം വേണ്ടി ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഉസ്താദ് എല്ലാവിധ പ്രാർത്ഥനയും നമ്മൾക്കും ഉണ്ടാവും. ഉസ്താദ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇൻഷാ അല്ലാഹ്. പിന്നെ ഞാൻ ഉറങ്ങാം. എന്നാൽ പിന്നെ ഇൻഷാ അല്ലാഹ് എല്ലാം അപ്പുറം ഇപ്പുറം പറഞ്ഞു പോയിട്ടുണ്ടെല്ലാം പൊരുത്തപ്പെടുക. നിങ്ങൾക്ക് നമ്മളും പൊരുത്തപ്പെട്ടതെന്ന് നിങ്ങളെ നമുക്കും പൊരുത്തപ്പെട്ട് തരാം. ഇനി മുതൽ ഒരു ഉസ്താദുമാരെയും പണ്ഡിതന്മാരെയും ഇങ്ങനെ സംശയിക്കാൻ പാടില്ല. ആരും ഒരു തെറ്റും ചെയ്യൂല. അറിഞ്ഞും കൊണ്ട് ആരും ഒരു തെറ്റും ചെയ്യൂല. നല്ല ബുദ്ധി നിങ്ങൾക്കും തോന്നിട്ട് നിങ്ങളുടെ കുടുംബത്തിനും തോന്നട്ടെ. പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവും. അസ്സലാമു അലൈക്കും. എൻ്റെ കൊടയടി വെച്ചേ ഇവിടെ ഉണ്ടല്ലേ.